അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഉസ്താദിൻ്റെ ജീവിതം, ദാമ്പത്യ ജീവിതം. ഉസ്താദന്മാർ എന്ന് പറയുമ്പോൾ ചില പെൺകുട്ടികൾക്ക് വല്ലാത്ത അറുപ്പും വെറുപ്പാണ്. കാരണം ഉസ്താദിനെ ഒരു നിക്കാഹ് കഴിച്ചാൽ പിന്നെ ജീവിതം അങ്ങ് വലിയ കഷ്ടപ്പാടാകുമെന്ന് വിചാരിക്കുന്ന പല പെൺകുട്ടികളുണ്ട്. ഉസ്താദ് എന്ന പേരുകൊണ്ട് ഒരുപാട് നിക്കാഹ് മുടങ്ങിയത് നമുക്കറിയാം. ഈ പെൺകുട്ടി ആ കൂട്ടത്തിൽപ്പെട്ടവളായിരുന്നു. റംലയുടെ ജീവിതത്തിൽ ഒരു ചെറുപ്പക്കാരനെയാണ് ആഗ്രഹിച്ചിരുന്നത്. ഉസ്താദ് 2-3 ഉസ്താദ് അവളെ നോക്കാൻ വന്നിട്ട് പോലും അവൾ സമ്മതിച്ചിരുന്നില്ല. ആ റംലയുടെ യഥാർത്ഥ ജീവിതം അവൾ പങ്കുവെക്കുകയാണ്. അങ്ങനെ അവസാനം വന്നത് വീണ്ടും ഒരു ഉസ്താദ് തന്നെയാണ്. പിന്നെ ഉപ്പയുടെയും ഉമ്മയുടെയും നിർബന്ധത്തിന് വേണ്ടി വിവാഹം കഴിക്കേണ്ട ഒരവസ്ഥയിലേക്കെത്തി. എനിക്ക് വല്ലാത്ത സങ്കടവും വിഷമവും ഉണ്ടായ ഒരവസ്ഥയാണ്. ഉസ്താദ് എന്ന് പറയുമ്പോൾ ആ നിക്കാഹിൻ്റെ അന്ന് പോലും ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇനി ഈ മനുഷ്യൻ്റെ കൂടെ എങ്ങനെയാണ് ജീവിക്കുക? എല്ലാ സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെടും. എന്തു കാര്യത്തിനും ചോദിക്കണം, പിടിക്കണം. അതല്ലാതെ കണ്ടവിടെ ജീവിതം നടത്താൻ പറ്റൂല. കാരണം അതുപോലെ ഒരു ജീവിതമായിരിക്കുന്ന സങ്കടത്തിലും പ്രയാസത്തിൽ കഴിഞ്ഞപ്പോഴാണ് റംല അങ്ങനെ വിവാഹത്തിലേക്ക് വന്നപ്പോൾ റംലയുടെ ജീവിതം വലിയ സന്തോഷമാണ്. ആ സന്തോഷം പങ്കിടാൻ വേണ്ടിയാണ്. കാരണം ആദ്യം വിവാഹം കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഏത് രീതിയിലാണ് പെരുമാറേണ്ടത് ഒന്നും അറിയാതെ വലിയ പ്രയാസത്തിൽ കഴിയുമ്പോഴാണ് ഉസ്താദിൻ്റെ ആ പെരുമാറ്റവും ആ ഉസ്താദ് എന്നെ ബഹുമാനിക്കുകയും എന്നെ സ്നേഹിക്കുകയും എന്നെ കെയർ ചെയ്യുകയും കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത്രയും സ്നേഹം നൽകിയ, ഇത്രയും ബഹുമാനിക്കുന്ന, ഇത്രയും കെയർ ചെയ്യുന്ന ഒരാളും എനിക്കുണ്ടായിട്ടില്ല. എന്നെ അത്ഭുതപ്പെടുത്തി ഉസ്താദിൻ്റെ ഓരോ ജീവിതവും ഓരോ പെരുമാറ്റവും അത്ഭുതമാണ്. ഞാൻ വിചാരിച്ചതിനേക്കാൾ എത്രയോ ഹൈറായ സന്തോഷകരമായ ജീവിതമാണ് ഇപ്പോൾ എൻ്റേത്. ഈ ഒരു ജീവിതം ഞാൻ എന്തിന് പങ്കുവെക്കുന്നു പറഞ്ഞാൽ, കാരണം എൻ്റെ സുഹൃത്തുക്കളായ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞത് ഉസ്താദിൻ്റെ കൂടെയുള്ള വിവാഹം വേണ്ട എന്നുള്ളതാണ്. ഇത് മറ്റുള്ളവർ അങ്ങനെ വിവാഹത്തിന് ഒരുങ്ങി വിവാഹം മുടക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഒരിക്കലും ഉസ്താദിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു സന്തോഷകരമായ ജീവിതം മറ്റുള്ളവർക്ക് കിട്ടൂല എന്ന് തോന്നിപ്പോയി. അത്രയ്ക്കും കാരണം പലയിടങ്ങളിൽ നിന്ന് പല കേസുകൾ കേൾക്കുന്നുണ്ട്, യുവാക്കളുമായി വിവാഹം കഴിഞ്ഞ് പലതും. അപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിലെ കാര്യങ്ങൾ തുടക്കം കുറിക്കുന്നവർക്ക് ഇതൊരു പാഠമാകാൻ വേണ്ടിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം പറയുന്നത്. എൻ്റെ സുഹൃത്തുണ്ട്. എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ജീവിതം, ആ സുഹൃത്തിൻ്റെ വിവാഹം. ആ സുഹൃത്ത് ആദ്യം പെണ്ണ് കാണാൻ പോയത് പാൻറ്റൊക്കെ ധരിച്ചു കൊണ്ടാണ്. അപ്പോൾ ആ പെൺകുട്ടി സമ്മതിച്ചു. പിന്നെയാണ് അറിഞ്ഞത് അയാളൊരു ഉസ്താദാണ് എന്നും. ഉടനെ ആ പെൺകുട്ടി ആ നിക്കാഹ് മുടക്കി, വേണ്ടാന്ന് പറഞ്ഞു. ആ പെൺകുട്ടി വേറെ വിവാഹം കഴിഞ്ഞു. വളരെ നരകം തുല്യമായ ജീവിതത്തിലൂടെ ആ പെൺകുട്ടി ജീവിതം പോകുന്നു. അതേ ഉസ്താദായിരുന്ന ആ മനുഷ്യൻ ഇപ്പോൾ ജീവിതം നയിക്കുന്നുണ്ട്. ആ സുഹൃത്താണ്. അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമാണ്. ആ ഉസ്താദിനെ കിട്ടിയ ഒരു പെൺകുട്ടിയാകട്ടെ വലിയ ഒരു ഭംഗിയുള്ള പെൺകുട്ടിയല്ല, കുറച്ചൊക്കെ തടിയെല്ലാം കൂടുതലുള്ള പെൺകുട്ടിയാണ്. എന്നാലും അവളെ മനസ്സിനെ വേദനിപ്പിക്കാതെ അവളെ വളരെ സ്നേഹത്തോടു കൂടി കാണുന്നു. അത്ഭുതപ്പെടുകയാണ്. കാരണം ഈ പെൺകുട്ടി ആ ഉസ്താദിൻ്റെ ജീവിതം ആ ഉസ്താദിൻ്റെ കൈ പിടിച്ചിരുന്നെങ്കിൽ ആ പെൺകുട്ടി അത്രയും കാണാൻ ഭംഗിയില്ലാത്ത പെൺകുട്ടിയായിട്ട് പോലും എത്ര സ്നേഹത്തിലാണ് അയാൾ കൊണ്ടു നടക്കുന്നത് അവളുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ, മനസ്സിനെ വിഷമപ്പെടുത്താതെ അവളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല അവളുടെ ഏത് കാര്യത്തിലും അവളെ കൂടെ നിൽക്കുന്നുണ്ട്. എൻ്റെ നഷ്ടമേ എന്ന് ഓർക്കുന്ന അങ്ങനെ പലരുമുണ്ട്. നാം വിചാരിക്കുന്നത് പോലെ ദാമ്പത്യ ജീവിതം എങ്ങനെയാണെന്ന് കൃത്യമായി കിതാബിലൂടെ പഠിച്ചവരാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓട്ട മത്സരം നടത്തിയതും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കഥകൾ. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറേ ഭാര്യമാരുണ്ടായിരുന്നല്ലോ. ഈ ഭാര്യമാരെന്ന് ഒരു ഭാര്യയെന്ന് പോലും റസൂലിനെക്കുറിച്ച് ഒരു പരാതിയുമില്ലല്ലോ. അത്ര ഭാര്യമാരെ എത്ര സ്നേഹത്തോടു കൂടിയാണ് ഹബീബ് കണ്ടത്. എല്ലാ ഭാര്യമാർക്കും റസൂലിനോട് ഇഷ്ടമാണ്, എല്ലാ ഭാര്യമാർക്കും സ്നേഹമാണ്. നമുക്കൊരു ഭാര്യയെപ്പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നാം ഓർക്കണം. നമുക്ക് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് 40 വയസ്സ് പ്രായമുള്ള ഖദീജയാണ്. പിന്നെ കടന്നു വന്നത്
ആയിഷയാണ്. എന്നാലും ആയിഷ ചെറിയ പ്രായമാണ്. എന്നാലും ഖദീജയോട് എന്തൊരു സ്നേഹമായിരുന്നു. ആയിഷയോടും സ്നേഹമുണ്ട്. എല്ലാവർക്കും തോന്നുന്നത് ഹബീബിന് എന്നോട് മാത്രമാണ് സ്നേഹം എന്ന രീതിയിലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറിയത്. ഹബീബ് പറയുന്നത് അങ്ങനെ തന്നെയാണ്, നിങ്ങൾ ഏറ്റവും നല്ലവർ നിങ്ങളെ ഭാര്യമാരോട് കൂടി നല്ല നിലയ്ക്ക് പെരുമാറുന്നവനാണ് എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ദാമ്പത്യ ജീവിതം എല്ലാവരുടെയും സന്തോഷത്തിലാക്കട്ടെ. ഉസ്താദന്മാർ എന്ന് പറയുമ്പോൾ വളരെ മോശമായ രീതിയിൽ കാണേണ്ട. ഉസ്താദന്മാർ നിങ്ങൾക്കുള്ള എല്ലാ സ്വാതന്ത്ര്യം, കാരണം പല വിവാഹങ്ങളും മുടങ്ങുന്നുണ്ട്. അങ്ങനെ മുടങ്ങി ചെറുപ്പക്കാരുമായി വിവാഹം കഴിക്കേണ്ടെന്നല്ല, എത്രയോ നല്ല ചെറുപ്പക്കാർ അൽഹംദുലില്ലാ നല്ല ജീവിതം നയിക്കുന്ന ദീനിയായ ആളുകളാകുമ്പോൾ തീർച്ചയായും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. എൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചില ന്യൂനതകൾ, തെറ്റുകൾ അവർ മറക്കാനും അതിനെ മറച്ചു വെക്കാനും അവർ തയ്യാറാണ്. കാരണം അതിനെനിക്ക് പ്രതിഫലമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്ത് തെറ്റുകൾ വരുമ്പോൾ അതിനെതിരെ നിന്നിൽ കാണുന്ന ഗുണങ്ങൾ മാത്രമേ അവർ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.